വർഷങ്ങൾ കടന്നുപോയി. ആ ദുരിതഭരിതമായ രാത്രിക്ക് ശേഷം അപ്പുവിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. ഡോക്ടർ ഗോപനും മുംബൈയിൽ നിന്നെത്തിയ പ്രശസ്ത ന്യൂറോ സർജനും ചേർന്നാണ് അപ്പുവിന്റെ ജീവൻ രക്ഷിച്ചത്. അന്നു മുതൽ ബാലചന്ദ്രന്റെ ജീവിതം മുഴുവൻ മാറി. മുമ്പ് ജോലി മാത്രമായിരുന്ന ബാലചന്ദ്രൻ ഇനി തന്റെ മകനാണ് തന്റെ ലോകമെന്ന് മനസ്സിലാക്കി. ബിസിനസ് കുറച്ച് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഭാമയുടെ ഓർമ്മകൾ ഇനി വേദനയല്ല, അയാൾക്ക് ജീവിക്കാനുള്ള പ്രചോദനമായി. അപ്പു ആരോഗ്യമുള്ള യുവാവായി വളർന്നു. ബാല്യത്തിൽ അനുഭവിച്ച വേദനകൾ അവനെ കൂടുതൽ കരുണയുള്ള മനുഷ്യനാക്കി. പിന്നീട് അവൻ ഡോക്ടറാകാൻ തീരുമാനിച്ചു. ഡോക്ടർ ഗോപനെ പോലെ ജീവൻ രക്ഷിക്കുന്ന ഒരാളാകാൻ. പ്രത്യേകിച്ച് അവൻ ന്യൂറോളജിയിൽ പഠനം തുടരുന്നു. സ്വന്തം ജീവിതം മാറ്റിയ ആ ശസ്ത്രക്രിയയുടെ ഓർമ്മയിൽ. മീനാക്ഷി ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരംഗമാണ്. ബാലചന്ദ്രനും മീനാക്ഷിയും തമ്മിലുള്ള ദൃഢമായ ബന്ധം ഭാമയുടെ ഓർമ്മയെ മാനിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിനിടയാക്കി. അവൾ അപ്പുവിനും ബാലചന്ദ്രനും വലിയ പിന്തുണയായി. രുദ്രന്റെ ജീവിതം അത്ര നല്ലതായില്ല. തന്റെ ക്രൂരതകളുടെ ഫലം അവൻ അനുഭവിച്ചു. ഒരു ദിവസം അവൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി മീനാക്ഷിയോട് ക്ഷമ ചോദിക്കാനെത്തുന്നു. മീനാക്ഷി അവനോട് ക്ഷമിച്ചെങ്കിലും അവനോടുള്ള ബന്ധം വളരെ അകലത്തിലെന്ന പോലെ അവൾ തുടർന്നു. ഡോക്ടർ ഗോപൻ ഇപ്പോഴും കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പുവിന്റെ വളർച്ച കണ്ട് അദ്ദേഹം അഭിമാനിക്കുന്നു. ജീവിതത്തിൽ എന്താണ് പ്രധാനമെന്ന് ബാലചന്ദ്രനെ പഠിപ്പിച്ച ആ വ്യക്തി ഇന്നും അവരുടെ വഴികാട്ടിയാണ്. ഒരു ശാന്തമായ സന്ധ്യയിൽ ബാലചന്ദ്രനും മീനാക്ഷിയും അപ്പുവും ഇരിക്കുകയാണ്. അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ, ആ ദിവസമാണ് നമ്മുടെ ജീവിതം മാറ്റിയത്. ബാലചന്ദ്രൻ ആകാശത്തിലേക്ക് നോക്കി. ഭാമയെ ഓർത്ത് നിസ്സംഗമായി ചിരിക്കുന്നു. ആകാശത്ത് ഒരു മൃദുവായ കാറ്റ് വീശുന്നു. ഭാമ എവിടെയോ നിന്നുകൊണ്ട് അവരുടെ സന്തോഷം കാണുന്നത് പോലെ.